प्यारे बच्चों, नमस्कार। आप लोग कैसे हैं? खुश है ना? നമ്മള് പ്രഭാജിയുടെ ബീർബഹുട്ടി കഥ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതില് പാർട്ട് 1 4 ഭാഗമായിട്ട് നമ്മുടെ സൗകര്യത്തിന് നമ്മൾ തിരിച്ചിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ ഒരു ഭാഗം പഠിച്ചു കഴിഞ്ഞു ഇല്ലേ? അപ്പോൾ അതിൽ നിന്ന് ടീച്ചർ ഒരു ഹോം അസൈൻമെന്റ് തന്നിട്ടുണ്ടായിരുന്നു. അത് പല കുട്ടികളും അത് ചെയ്ത് എൻ്റെ വാട്സപ്പിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. തന്നവരുടെ എല്ലാം ഞാൻ കറക്റ്റ് ചെയ്ത് തിരിച്ചയച്ചിട്ടുണ്ട്. കറക്ഷൻസ് നിങ്ങൾ നോക്കി മനസ്സിലാക്കണം. അപ്പോൾ ഒന്നാമത്തെ ഭാഗത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. ചില കുട്ടികളൊക്കെ ചോദിച്ചത് ഞാൻ മറുപടി പേഴ്സണലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇന്ന് നമ്മൾ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോവുകയാണ്. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഒന്നാമത്തെ ഭാഗം നിങ്ങൾ വളരെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ പുതുതായിട്ട് കാണുന്ന കുട്ടികൾ ആദ്യത്തെ ഭാഗം കണ്ടിട്ടാണ് രണ്ടാമത്തെ ഭാഗം കാണേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തുടർച്ച കിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ബീർബഹുട്ടിയിലെ ബേല और സാഹിൽ അവരാണല്ലോ അതിലെ കഥാപാത്രങ്ങൾ. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ അതായിരുന്നു. അപ്പം ബേലയും സാഹിലും സ്കൂളിലേക്ക് പോവുകയാണ്. ഇടയ്ക്ക് അവർ ബീർബഹുട്ടിയെ കാണാൻ വേണ്ടി വയലിൽ ഇറങ്ങുന്നു. ധാരാളം ബീർബഹുട്ടികളെ കാണുന്നു. അപ്പോഴാണ് ഫസ്റ്റ് ബെൽ അടിക്കുന്നത് ഇല്ലേ? അപ്പൊ അവന് സാഹിലിന്റെ പെന്നിലെ മഷി തീർന്നു പോയി. മഷി നിറയ്ക്കാനായിട്ട് അവര് ദുക്കാനിലേക്ക് പോകുന്നതാണ് നമ്മൾ നിർത്തിയത് ഇല്ലേ? ഇത് നമുക്ക് തുടർന്ന് പഠിച്ചാലോ? पेन में कुछ स्याही बची थी, उसे साहिल ने जमीन पर छिड़क दिया. പെന്നിൽ കുറച്ച് മഷി ഉണ്ടായിരുന്നു. സാഹിൽ എന്ത് ചെയ്തു? അത് തറയിൽ കുടഞ്ഞു കളഞ്ഞു. പുതിയത് വാങ്ങാൻ പോവാണല്ലോ, അപ്പം ബാക്കിയുള്ളത് പോട്ടെ, പഴയത് പോട്ടെ എന്ന് കരുതി തറയിൽ കുടഞ്ഞു കളഞ്ഞു. नई स्याही भरवाने के लिए दोनों दुकान पर पहुंचे. രണ്ടുപേരും പോയി എവിടേക്ക്? दुकान पर. पहुंचना എത്തിച്ചേരുക. कहाँ पहुंचे? दुकान पर पहुंचे. कौन पहुंचे? बेला और साहिल. क्यों पहुंचे? स्याही भरवाने के लिए. ठीक है, एक पेन स्याही भर दो, साहिल से पहले बेला ने दुकान वाले से कहा. മഷി നിറയ്ക്കണമെന്ന് ആദ്യം പറയുന്നത് ആരാണ്? ബേലയാണ്. ആർക്കാണ് മഷി നിറയ്ക്കേണ്ടത്? സാഹിലിനാണ്. സാഹിലിന്റെ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് ബേലയ്ക്കാണ്. അപ്പൊ ബേലയാണ് പറയുന്നത് एक पेन स्याही भर दो. അപ്പൊ എന്താ കടക്കാരൻ പറയുന്നത്? बेटा स्याही की बोतल अभी अभी खाली होगी, अब तो कल ही मिल पाएगी. അയ്യടാ, കടക്കാരൻ എന്താ പറയുന്നത്? സ്യാഹിക്ക് ബോട്ടിൽ ഖാലി എന്ന് പറഞ്ഞാൽ എന്താണ്? മഷിയുടെ ബോട്ടിൽ കാലിയായി, ഇനി ഇല്ല, ഇന്ന് ഈ മഷി കിട്ടില്ല, ഇനി നാളെയേ കിട്ടുള്ളൂ. അപ്പൊ കുടുങ്ങി രണ്ടുപേരും. लेकिन इसने तो पेन में जो स्याही थी उसे जमीन पर छिड़क दिया. അപ്പോൾ ബേല പറഞ്ഞു കൊടുക്കുകയാണ്. ആരോട്? കടക്കാരനോട്. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ബേല പറയാണ് സാഹിലിന്റെ പെന്നിലും ഉണ്ടായിരുന്ന മഷി അവൻ തറയിൽ കുടഞ്ഞു കളഞ്ഞു. छिड़कना कुड़ैया. बादल को देखकर घड़े को नहीं डुलाना चाहिए, दुकान वाले भैया ने कहा और पूछा कौन सी में पढ़ते हो. അപ്പോ കടക്കാരൻ ഈ കുട്ടികളുടെ ദോസ്തി കണ്ടിട്ട് അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമായി. അപ്പൊ അദ്ദേഹം ചോദിക്കുകയാണ്, അദ്ദേഹം ഒരു ഉപദേശം പോലെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറയുന്നത്? ബാദൽ കോ ദേക്കർ ഘടേ കോ നഹി ഡുലാനാ ചാഹിയേ. ആകാശത്ത് പോകുന്ന മേഘങ്ങളെ കണ്ടിട്ട് കുടത്തിലുള്ള വെള്ളം കമിഴ്ത്തി കളയരുത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആലോചിച്ചിട്ട് മാത്രമേ പ്രവർത്തിക്കാവുള്ളൂ. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. മഷി വാങ്ങാൻ പോകുമ്പോഴേക്ക് കയ്യിലുള്ള മഷി കുടഞ്ഞു കളയേണ്ട ആവശ്യമില്ലായിരുന്നു അല്ലേ? അപ്പൊ അത് അവർക്കൊരു അഡ്വൈസ് കൊടുക്കുകയാണ് കടക്കാരൻ. എന്താ പറയുന്നത്? നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ വീണ്ടും വിചാരത്തോടെ ഒന്ന് എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ആകാശത്തുള്ള മേഘത്തെ കണ്ടിട്ട് നമ്മുടെ കടത്തിൽ ഉണ്ടായിരുന്ന വെള്ളം കളയരുത് എന്ന് അദ്ദേഹം ഒരു ഉപദേശം കൊടുക്കുകയാണ്. പിന്നെ അദ്ദേഹം ചോദിക്കുകയാണ് കോൺസിമേ പഠിത്തേഹോ, എവിടെയാ പഠിക്കുന്നത്? ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത് രണ്ടുപേരും? അപ്പോ पांचवी में साहिल ने ऐसे बुरे मन से बताया जैसे 5वीं में पढ़ना कोई पाप हो. അപ്പോ സാഹില് ആകെ വിഷമിച്ചു. കാരണം എന്താ? മഷി കിട്ടിയില്ല അല്ലേ? അപ്പൊ അവനാകെ സങ്കടമായി. പക്ഷെ അദ്ദേഹം ചോദിച്ചോണ്ട് മറുപടി പറയാനല്ലോ. അപ്പൊ അവൻ പറഞ്ഞു, ഏത് ക്ലാസ്സിലാന്ന് വെച്ചപ്പോ അവൻ പറഞ്ഞു 5वीं. ഇൻട്രസ്റ്റ് ഒക്കെ പോയി, അവന്റെ രസം എല്ലാം പോയി. ഇതുവരെ നല്ല ത്രില്ലടിച്ച് ബീറൊക്കെ കൂട്ടിയൊക്കെ പെറുക്കിയൊക്കെ നല്ല രസത്തിൽ വരെയായിരുന്നു. അപ്പൊ മഷി ഇല്ലെങ്കിൽ സ്കൂളിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും അല്ലേ? അപ്പൊ അവനാകെ വിഷമായി. അപ്പൊ അവൻ പറയാണ് 5वीं, വളരെ സങ്കടത്തോടെയാ പറയുന്നത്.
दोनों, दुकान वाले भैया ने कहा। हाँ दोनों, और हम दोनों का सेक्शन भी एक है। एक, बेला ने ऐसे खुश होकर बताया जैसे यह कोई बड़ी बात हो. ബേലയാണ് സ്മാർട്ടായിട്ട് ആൻസർ പറയുന്നത്. അദ്ദേഹം ചോദിച്ചത് എന്താ, രണ്ടുപേരും എന്ന് പറഞ്ഞാല് രണ്ടുപേരും 5ാം ക്ലാസ്സിലാണോ പഠിക്കുന്നത്? അപ്പൊ ബേലയാണ് പറയുന്നത്, ഹാ ഹം ദോനോ പാഞ്ചവി മേ ഹേ. അപ്പൊ ഞങ്ങളുടെ സെക്ഷനും ഒന്ന് തന്നെയാണ്, ഞങ്ങൾ ഒരേ ഡിവിഷനിലാണ് പഠിക്കുന്നത്, രണ്ടുപേരും ഏലാണ്. അതെന്തോ ഒരു വലിയൊരു കാര്യം പോലെയാണ് ആര് പറയുന്നത്, ബേല പറയുന്നത്. ബേല പറയാണ് ഞങ്ങൾ രണ്ടുപേരും ഏ ഡിവിഷനിലാണ് പഠിക്കുന്നത്. क्लास में दोनों पास पास बैठते थे. कॉपी में काम करते तो दोनों कॉपी में काम करते, किताब पढ़ते तो दोनों किताब पढ़ते, बल्कि पाठ भी एक ही पढ़ते. साहिल चमक उठी सन 57 में वह तलवार पुरानी थी. पढ़ता तो बेला भी चमक उठी सन 57 में वह तलवार पुरानी थी पढ़ती थी. बेला कहती, बहन जी पानी पीने चले जाओ. साहिल भी कहता, बहन जी पानी पीने चला जाओ. ठीक है, यहाँ कहानी का बेला और साहिल के दोस्ती की गहराई के बारे में हमसे बताना चाहते हैं. देखिए, क्लास में दोनों पास पास बैठते थे. രണ്ടുപേരും പാസ് പാസ് बैठते थे, അടുത്താണ് ഇരിക്കുന്നത്. കോപ്പി മേ കാം കർത്തെ तो दोनों കോപ്പി മേ കാം കർത്തെ. ഒരാൾ നോട്ട് എഴുതുകയാണെങ്കിൽ മറ്റേയാൾ നോട്ട് എഴുതും. കോപ്പി മനെ നോട്ട്. അപ്പൊ ഒരാൾ നോട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മറ്റേയാൾ എന്ത് തന്നെ ചെയ്യാം, നോട്ട് എഴുതിക്കൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്യാം. കിതാബ് പഠിത്തേ तो दोनों കിതാബ് പഠിത്തേ. ഒരാൾ പുസ്തകം വായിക്കുകയാണെങ്കിൽ മറ്റേയാൾ പുസ്തകം വായിക്കും. ഇവിടെ കൊടുത്തിരിക്കുന്ന ബൽക്കി പാഠ് ഭി ഏക് ഹി പഠിത്തേ ഹേ. ഒരേ പാഠം തന്നെയാണ് രണ്ടുപേരും വായിക്കുന്നത്. ഒരേ ചാപ്റ്റർ, ഒരേ പേജ്, ഒരേ സെന്റൻസ്, അങ്ങനെയാണ് വായിക്കുക. അപ്പൊ നോക്കിക്കേ, ഇവിടെ ചമക് ഉഠി സൻ 57 में वो तलवार पुरानी थी എന്നൊരാൾ വായിച്ചാൽ മറ്റേയാളും അതേപോലെ ചമക് ഉഠി സൻ 57 में वो तलवार पुरानी थी. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കവിതയാണ്, നിങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും. സുഭദ്രാകുമാരി ചൗഹാന്റെ ഝാൻസി കി റാണി. കുട്ടികൾ മത്സരത്തിനൊക്കെ ചൊല്ലുന്ന ഒരു കവിതയാണ്. നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ ഈ കവിത കാണാൻ പറ്റും. നല്ല കവിതയാണ്. അപ്പോൾ ആ കവിതയുടെ ഒരു വരിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരാൾ ആ കവിതയുടെ വരി ചൊല്ലുമ്പോൾ മറ്റേയാൾ അത് തന്നെയാണ് ചൊല്ലുക. എന്ന് പറഞ്ഞാൽ അവരെല്ലാ കാര്യങ്ങളും ഒന്നിച്ചാണ് ചെല്ലുക. അത്രയും ആണ് അവരുടെ ദോസ്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ബേല കത്തി ബഹൻജി പാനി പീനെ ചലി ജാओ. അപ്പോൾ ബേല ചോദിക്കുകയാണ്, വെള്ളം കുടിക്കാൻ പോയിക്കോട്ടെ. ബഹൻജി എന്നാണ് ടീച്ചറിനെ വിളിക്കുന്നത്. നോർത്തിലൊക്കെ അങ്ങനെയുണ്ട്, ചില സ്കൂൾസിലൊക്കെ ടീച്ചറിന് ബഹൻജി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി ബഹൻജി എന്നാണ് വിളിക്കുന്നത്, ചേച്ചി എന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ അപ്പോ ബേല വെള്ളം കുടിക്കാൻ പോകുമ്പോൾ സാഹിലും അതേപോലെ ചോദിക്കും, ബഹൻജി പാനി പീനെ ചലേ ജാओ. വെള്ളം കുടിക്കാൻ പോയിക്കോട്ടെ. അപ്പൊ ഇവിടെ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു ഗ്രാമർ ഉണ്ട് അല്ലെ. പുല്ലിംഗാവുമ്പോൾ എങ്ങനെയാണ് ക്രിയ അവസാനിക്കുന്നത്, സ്ത്രീലിംഗാവുമ്പോഴും എങ്ങനെയാണ് ക്രിയ അവസാനിക്കുന്നത്, നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നോക്കിക്കേ, ബേല കത്തി, ബേല പറയുന്നു, ബഹൻജി പാനി പീനെ ചലി ജാവും. ചലി, ചലി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്, ഗേൾ ആയതുകൊണ്ടാണ്, സ്ത്രീലിംഗ ആയതുകൊണ്ടാണ്. അടുത്ത സെന്റൻസ് നോക്കിക്കേ, സെയിം സെന്റൻസ് തന്നെ. സാഹിൽ कहता है ബഹൻജി പാനി പീനെ ചലാ ജാവും. ഒന്ന് ചലി ജാവും, മറ്റത് ചലാ ജാവും. അപ്പൊ പുല്ലിംഗാവുമ്പോൾ ചലാ ജാവും, സ്ത്രീലിംഗാവുമ്പോൾ ചലി ജാവും. അപ്പൊ ഇവർ രണ്ടുപേരും, ഇത് ഞാൻ സന്ദർഭത്തിൽ പറഞ്ഞേ ഉള്ളൂ, അപ്പൊ രണ്ടുപേരും എല്ലാ കാര്യങ്ങളും ഒരുമിച്ചാണ് ചെയ്യുക. അവർ സ്കൂളിൽ വരുന്നത് നമ്മൾ കണ്ടു, ഒന്നിച്ചാണ് സ്കൂളിൽ വരുന്നത്. അതുപോലെ നടന്നു വരുന്ന വഴിയിലുള്ളവരുടെ ദോസ്തി, അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇവിടെ ക്ലാസ്സിൽ ഇരിക്കുന്നതും പഠിക്കുന്നതും വെള്ളം കുടിക്കാൻ പോകുന്നതും ഒക്കെ ഒന്നിച്ചാണ്. അവർ അത്രയും बहुत बहुत अच्छा दोस्ती है दोनों के बीच. गणित के मट साहब सुरेंद्र जी का पीरियड खेलखंडी के बाद आता था. बच्चे उनसे कांपते थे और खेलखंडी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. सुरेंद्र जी मट साहब इसी पीरियड में कॉपी जांचते थे. जरा सी गलती पर बच्चों को इधर उधर
फेंक देते थे या झापट मारने लगते थे। उनका हाथ चलना शुरू होता तो रुकना भूल जाता था। गणित के मट साहब सुरेंद्र जी का पीरियड खेल खंडी के बाद आता था. ഗണിതത്തിന്റെ അധ്യാപകനാണ്, കണക്കിന്റെ അധ്യാപകനാണ് സുരേന്ദ്രൻ സാറ്. സുരേന്ദ്ര മാട്സാബ് എന്ന് പറഞ്ഞാൽ മാസ്റ്റർ സാഹബ് എന്നുള്ളത് ലോപിച്ച് മാട്സാബ് ആയതാണ്. സുരേന്ദ്രൻ സാറ് ഖേൽ ഖണ്ഡി കെ ബാദ് ആത്താ ഥാ, അവരുടെ ഇന്റർവെലിന് ശേഷമുള്ള പീരീഡാണ് മാത്സ് വരുന്നത്. ബച്ചേ ഉൻസെ കാംതേ ഥേ, കുട്ടികൾക്ക് അദ്ദേഹത്തെ വലിയ പേടിയായിരുന്നു. और खेल घंटी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. അവര് ബെല്ലടിക്കുന്നതിന് 2 മിനിറ്റ് മുൻപേ തന്നെ അവരവരുടെ സീറ്റിൽ വന്നിരിക്കും. അപ്നി അപ്നി ജഗ്, അവരവരുടെ സീറ്റിൽ വന്നിരിക്കും. എന്തിനു വേണ്ടിയാണ്? തയ്യാറായി ഇരിക്കാൻ, സാർ വരുമ്പോഴേക്കും എല്ലാം റെഡിയായി ഇരിക്കാൻ വേണ്ടി അവര് അദ്ദേഹത്തോടുള്ള ഭയം കൊണ്ട് നേരത്തെ വന്ന് ഇരിക്കും. ബച്ചേ ഉൻസെ കാംതേ ഥേ, കാംതേ ഥേ പറഞ്ഞ ഡർതേ ഥേ. ഖേൽ ഖണ്ഡി ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇന്റർവെൽ ആണ്. അപ്നി അപ്നി ജഗ പർ ആക്കർ ബൈഠ് ജാത്തേ ഥേ, അവരുടെ സ്വന്തം സീറ്റിൽ വന്നിട്ട് ഇരിക്കുമായിരുന്നു. സുരേന്ദ്രജി മട്സാബ് ഇസി പീരീഡ് മേ കോപ്പി ജാഞ്ച്തേ ഥേ, ഈ പീരീഡിലാണ് അദ്ദേഹത്തിന്റെ വർക്ക് ബുക്ക് നോക്കുന്നത്. നോട്ട്ബുക്കിൽ കൊടുത്തിരിക്കുന്ന കണക്കൊക്കെ ശരിയാണോ, ചെയ്ത നോട്ട്സ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുന്നത് ഈ ഒരു സമയത്താണ്. സരാസി ഗൽത്തി പർ ബച്ചോं को इधर उधर फेंक देते थे, ചെറിയൊരു തെറ്റിന് പോലും കുട്ടികളെ ഇവിടുന്ന് അങ്ങോട്ടേക്കും അവിടുന്ന് ഇങ്ങോട്ടേക്കും ഒക്കെ എടുത്ത് എറിയുമായിരുന്നു അദ്ദേഹം. ചെറിയ കൊച്ചു കുട്ടികളല്ലേ, അപ്പൊ ഒരു ഉന്തൊക്കെ കൊടുത്താൽ കുട്ടികളങ്ങ് വീണു പോകും. അപ്പോ എന്തൊക്കെയാ ചെയ്തെന്നാ പറയുന്നത്? കുട്ടികളെ ഇധർ സെ ഉധർ ഫേങ്ക് ദേത്തേ ഥേ. പിന്നെയോ झापड़ मारने लगते थे. झापड़ मारना माने क्या है? गालों पर मारना, മുഖത്തടിക്കുക. അപ്പോ ഉൻകാ ഹാത്ത് ചലന ശുരു ഹോത്താ तो रुकना भूल जाता है. അദ്ദേഹത്തിന്റെ കൈ പ്രവർത്തിക്കാൻ തുടങ്ങിയാല് പിന്നെ അത് നിൽക്കില്ല, അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും, ഒരു യന്ത്രം കണക്കെ. എന്ന് പറഞ്ഞാൽ എന്താ, കുട്ടികളുടെ ചെവിക്ക് പിടിച്ച് പിച്ചുകയാണെങ്കിലോ അല്ലെങ്കിൽ അടിക്കുകയാണെങ്കിലോ ഒക്കെ എന്ത് ചെയ്യും, അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അത് പെട്ടെന്ന് നിൽക്കില്ല. അത്രയും ദേഷ്യക്കാരനായിട്ടുള്ള ഒരു അധ്യാപകനാണ് സുരേന്ദ്രൻ സാറ്. സുരേന്ദ്രൻ സാർ അവരുടെ കണക്കിന്റെ അധ്യാപകനാണ്. एक दिन सुरेंद्र जी मटसाब ने बेला के बालों में पंजा फंसाया, पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वह गलती थी ही नहीं. उन्होंने बेला को छोड़ दिया. बेला के भयभीत चेहरे को देखकर साहिल बुरी तरह डर गया था. उसने देखा कि बेला के पांव अभी भी कांप रहे हैं, जैसे वह खड़े खड़े अभी गिर जाएगी. सुरेंद्र जी मटसाब ने कॉपी को उसके बैठने की जगह पर फेंक देते हुए कहा, बैठ अपनी जगह पर. एक दिन सुरेंद्र जी मटसाब ने बेला के बालों में पंजा फंसाया. നമ്മൾ നേരത്തെ പറഞ്ഞു സുരേന്ദ്രൻ സാറിന് വലിയ ദേഷ്യക്കാരനാണ്. ഒരു അകാരണമായിട്ട് കുട്ടികളെ അടിക്കുമെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ബേലയ്ക്കും സാഹിലിനും അങ്ങനത്തെ എക്സ്പീരിയൻസ് ഇല്ല, പക്ഷെ ആദ്യമായിട്ട് ബേലയ്ക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവാൻ പോവാണ്. एक दिन सुरेंद्र जी ने बेला के बालों में पंजा फंसाया. എപ്പോഴാണ് സന്ദർഭം? എപ്പോഴാണ്? അവള് നോട്ട് കാണിക്കാൻ പോയതാണ്, അപ്പോഴാണ് അവളുടെ മുടിക്കുത്തിന് പിടിച്ചു. എന്നിട്ടോ पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वो गलती थी ही नहीं. പക്ഷെ ഒരു തെറ്റാണ് ചെയ്ത, കണക്ക് തെറ്റാണ് എന്ന് തോന്നിയിട്ടാണ് പെട്ടെന്ന് അദ്ദേഹം മുടിക്കുത്തിന് പിടിച്ചത്, അല്ലേ? അപ്പൊ അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായി അതല്ല, തെറ്റൊന്നുമല്ല, മനസ്സിലായി. അപ്പൊ എന്ത് ചെയ്തു? മുടിയിൽ നിന്ന് പിടിവിട്ടു. എന്നിട്ടോ ഉन्होंने बेला को छोड़ दिया, വിട്ടു. बेला के भयभीत चेहरे को देखकर साहिल बुरी तरह डर गया था. ബേലയ്ക്കല്ല പേടി, ഏറ്റവും പേടിച്ചതാരാണ്? സാഹിലാണ് പേടിച്ചത്. ബേലയുടെ മുഖം കണ്ടിട്ട് സാഹിൽ വളരെയധികം വിഷമിച്ചു, വളരെ സങ്കടമായി. उसने देखा बेला के पांव अभी भी कांप रहे थे. അവനിങ്ങനെ നോക്കുകയാണ്, അവളുടെ കാലിങ്ങനെ കിടുകിടാ വിറക്കുകയാണ്, പേടിച്ച് വിറക്കുകയാണ് അവൾ.
അപ്പൊ അവളുടെ ആ ഒരു മനസ്സിലെ വേദന അതേപോലെ ആർക്കും കിട്ടിയിരിക്കുന്നു, സാഹിലും അനുഭവിക്കുന്നുണ്ട്. ഉസ്നെ ദേഖ ബേല കെ പാവ് അഭി ഭി, പാവ് എന്ന് പറഞ്ഞാൽ കാല്, പാവ് അഭി ഭി കാം രഹേ ഥേ, ഇപ്പോഴും പറിച്ചുകൊണ്ടിരിക്കുകയാണ്. പിടിവിട്ടു അല്ലെ, സാറ് മുടിക്കുത്തിന് പിടിച്ച സമയത്ത് അവൻ നന്നായിട്ട് പിടിച്ചു. അപ്പൊ മുടിയിലത്തെ പിടിവിട്ടു. അപ്പൊ ഇവളുടെ കാല് ഇപ്പോഴും പറിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ ഉസ്നെ ദേഖ ബേല കെ പാവ് അഭി ഭി കാം രഹേ ഹേ, ജൈസെ വോ ഖടേ ഖടേ അഭി ഗിർ ജായേഗി, അവളിപ്പം നിന്ന് നിപ്പിന് വീണു പോകുമോ എന്ന് സംശയം തോന്നുന്ന രീതിയിൽ കാലിങ്ങനെ വിറയ്ക്കുന്നുണ്ട്. जैसे वह खड़े खड़े अभी गिर जाएगी. सुरेंद्र जी मट साहब ने कॉपी को उसके बैठने की जगह फेंकते हुए कहा, बैठ अपनी जगह पर. അവളുടെ നോട്ട്ബുക്ക് ഒരൊറ്റയാണ് എവിടേക്ക് ഏറുന്നത്, അവൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക്. എന്നിട്ട് പോയിരിക്കുന്ന എന്റെ സീറ്റിൽ എന്ന് പറഞ്ഞു. ശരിക്കും ഒരു തെറ്റും ആരുടെ ഭാഗത്തില്ല, ബേലയുടെ ഭാഗത്തില്ല. ബേല ചെയ്ത കണക്ക് ശരിയാണ്. അത് പെട്ടെന്ന് സാറിന് തോന്നി ബേല ചെയ്തത് തെറ്റാണ്. അപ്പൊ എന്ത് ചെയ്തു, മുടിക്കുത്തിനെ പിടിച്ചു വെച്ചു. ഒന്നും കൂടെ നോക്കിയപ്പോൾ തോന്നി ശരിയാണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് എപ്പോഴാണെങ്കിലും അല്ലെ, ഒരിക്കലും അധ്യാപകർ ഇങ്ങനെ ഇപ്പൊ നമ്മൾ ചെയ്യാറില്ല. പക്ഷെ അഥവാ നമ്മുടെ ഭാഗത്തു നിന്ന് തെറ്റ് പറ്റിപ്പോയാലോ, തെറ്റ് പറ്റിപ്പോയി സോറി എന്ന് പറയുന്നതിൽ ഒരു വിഷമവും വിചാരിക്കാനില്ല. പക്ഷെ ഇദ്ദേഹം എന്താ ചെയ്തത്, അങ്ങനെയല്ല ചെയ്തത്. അദ്ദേഹം അവളുടെ നോട്ട്ബുക്ക് വലിച്ചെറിഞ്ഞിട്ട് പോയിരിക്കുകയെന്ന് ആക്രോശിക്കുകയാണ് ചെയ്യുന്നത്. बेला का मन बहुत खराब हो गया. मट साहब चाहे मुझे पीट लेते, मगर साहिल के सामने नहीं. वह साहिल के सामने खुद को शर्मिंदा महसूस कर रही थी, क्योंकि वह जानती थी कि वह साहिल की नजर में बहुत अच्छी है. जब वह उसके पास आकर बैठी, उससे नजर नहीं मिला पाई. बेला का मन बहुत खराब हो गया. ബേലയ്ക്ക് വലിയ സങ്കടമായി. മട്സാബ് ചാഹെ മുझे പീട്ട് ലേത്തെ, മഗർ സാഹിൽ കെ സാമനെ നഹി. മട്സാബ് എന്നെ തല്ലിക്കൊട്ടായിരുന്നു, പക്ഷേ സാഹിലിന്റെ മുന്നിൽ വെച്ച് എന്നെ തല്ലരുതായിരുന്നു. അവൾക്ക് അടി കിട്ടിയതിനല്ല സങ്കടം. എന്തിനാണ്, സാഹിൽ കണ്ടു, സാഹിലിന്റെ മുന്നിൽ വെച്ചാണ് അടി കിട്ടിയത്. അപ്പൊ അവൾക്ക് ആ അടിയുടെ വേദനയെക്കാളും അവളുടെ മനസ്സിനാണ് വേദന ഉണ്ടായത് അല്ലേ. അവൾക്ക് വലിയ ഇൻസൾട്ടിങ് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ കുട്ടികൾക്ക് അടിയുടെ വേദനയെക്കാളും വലിയ വേദന മനസ്സിനേറ്റ വേദനയാണ്. അവളുടെ ആ ഇൻസൾട്ട് അവൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല. ഒന്നാമത് സാഹിലിന്റെ മുന്നിൽ വെച്ച് അടിച്ചു, അതാണ് അവൾക്ക് ഏറ്റവും വലിയ സങ്കടമായത്. वो साहिल के सामने खुद को शर्मिंदा महसूस कर रही थी, क्योंकि वो जानती थी वो साहिल की नजर में बहुत अच्छी है. സാഹിലിന്റെ മുന്നേ വെച്ച് അടിച്ചതുകൊണ്ട് അവൾക്ക് സങ്കടമായി. അപ്പോൾ അതെന്താ കാരണം, അവൾക്ക് സാഹിലിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഷർമിന്ദ ഹോഗി. ഷർമിന്ദ എന്ന് പറഞ്ഞാൽ എന്താ, അവൾക്ക് വളരെയധികം ലജ്ജ അനുഭവപ്പെട്ടു. ഒരു അടിയൊക്കെ കിട്ടിയിട്ട് അല്ലേ, ടീച്ചേഴ്സ് അടിക്കുന്നത് വളരെ മോശം കുട്ടികളെയാണ് എന്നാണല്ലോ. അപ്പോൾ ഈ കുട്ടിക്ക് അടി കിട്ടിയപ്പോൾ സാഹിലിനെ വിചാരിക്കുമോ ഇവള് ചീത്ത കുട്ടിയാണ്, സാർമാരോടൊക്കെ തല്ലും വാങ്ങി നടക്കുന്ന കുട്ടിയാണെന്ന് വിചാരിക്കുമോ എന്നൊരു ഭയം അവൾക്ക്. അപ്പോൾ അതാണ് അവളെ ഏറ്റവും വലിയ സങ്കടപ്പെടുത്തി. ക്യോക്കി वो जानती थी സാഹിൽ की नजर में वो बहुत अच्छी है. അവൾക്കറിയാം സാഹിലിന്റെ കണ്ണിൽ ഇവള് വളരെ നല്ല കുട്ടിയാണ്. അപ്പൊ അത്രയും നല്ലൊരു സ്ഥാനമാണ് സാഹിലിന്റെ മനസ്സിലുള്ളത്. ഇനിയിപ്പോ ഈ സാറ് അവന്റെ മുന്നേ വെച്ച് ബേലയെ തല്ലിയത് കൊണ്ട് ഇനി ആ സ്ഥാനം പോവോ, എന്നോടുള്ള അവന്റെ ഫ്രണ്ട്ഷിപ്പ് കുറയോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ബേലയ്ക്ക് സങ്കടമായത്. वो उसके पास आकर बैठी, उससे नजर नहीं मिला पाई. അവള് സാഹിലിന്റെ അടുത്ത് വന്നിരുന്നു, പക്ഷേ സാഹിലിനെ ഫേസ് ചെയ്യാൻ അവൾക്ക് പറ്റിയില്ല. പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്ത ഭാഗത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ പേഴ്സണൽ നമ്പറിൽ വിളിച്ചാൽ മതി. നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പേജ് നമ്പർ 26 അതിൽ നമ്മുടെ പരിശിഷ്ടം ധാരാളം വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മീനിങ്സും അവിടെ കൊടുത്തിട്ടുണ്ട്. ആ വേർഡ്സും മീനിങ്സും നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. അപ്പോൾ നമുക്ക് വൊക്കാബുലറി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭാഷ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ വേർഡ്സ് നന്നായിട്ട് പഠിക്കുക, നമുക്ക് പരീക്ഷയ്ക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. നമ്മുടേതായ രീതിയിൽ നമുക്ക് ചോദ്യങ്ങളുടെ ഉത്തരം എഴുതി പ്രതിഫലിപ്പിക്കാൻ പറ്റും. അപ്പോൾ ആ വാക്കുകളെല്ലാം നന്നായിട്ട് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. പിന്നെ അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തന്നിട്ടുള്ള വർക്ക് ഏതായിരുന്നു, ബേല और സാഹിൽ के बीच का वार्तालाप. നേരത്തെ പറഞ്ഞു ഞാൻ,
പല കുട്ടികളും എനിക്ക് എഴുതിയ ആൻസർ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് ചെയ്ത് ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഞാൻ അതിൻ്റെ ഒരു മോഡലായിട്ട് അങ്ങനെ മാത്രം എഴുതണം എന്നല്ല, ഒരു മോഡലായിട്ട് ഒരു വാർത്താലാപം ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങളതൊന്ന് നോക്കുക. പിന്നെ ഇന്ന് നമുക്ക് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഈ പാഠഭാഗം വീണ്ടും വീണ്ടും വായിക്കുക. വായിച്ചിട്ട് നിങ്ങൾ തന്നെ ചെറിയ ചെറിയ ചോദ്യങ്ങൾ ഉണ്ടാക്കുക, അതിൻ്റെ ആൻസേഴ്സും എഴുതുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ പിന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ ഇന്ന് തരാം. പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഇപ്പം ഞാൻ ഈ തന്ന ചോദ്യം നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് എനിക്ക് അയച്ചു തരിക. അതിലെ കറക്ഷൻസൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അതേപോലെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി. बेला और साहिल के बीच का वार्तालाप। प्यारे बच्चों, आज भी आपके लिए एक होमवर्क है, ये करके मेरे पर्सनल नंबर में भेज दीजिए. नंबर यहाँ देती हूँ. गणित के अध्यापक सुरेंद्र जी ने बेला को अकारण अपमानित किया. वह साहिल के सामने खुद को शर्मिंदा महसूस कर रही थी. उस दिन की बेला की डायरी कल्पना करके लिखी.